തപാൽ ബാലറ്റ് തിരുത്തി എന്നുള്ള മുൻ മന്ത്രി ജി സുധാകരൻ്റെ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസംഗം കൂടി ചർച്ചാ വിഷയമാക്കുകയാണ്. അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ നിർമ്മാണങ്ങളെപ്പറ്റി അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾക്കെതിരെ എച്ച് സലാം MLA പേരു പറയാതെ രൂക്ഷമായ പ്രത്യാക്രമണം നടത്തിയതോടെയാണ് ഇത്. കണ്ടാലറിവാൻ സമർത്ഥനല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയുമതിനില്ല സംശയം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഉദ്ധരിച്ചാണ് MLA സമൂഹ മാധ്യമത്തിൽ നീണ്ട കുറിപ്പെഴുതിയത്. 1967 മുതൽ പല കാലത്തായി നടത്തിയ നിർമ്മാണങ്ങളെയെല്ലാം വികലമാക്കിയെന്നതും അതുകൊണ്ടാണ് താൻ ഉദ്ഘാടനത്തിന് പോകാതിരുന്നത് എന്നും ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മാരകം അടിച്ചു തകർത്തുവെന്നും മന്ത്രിയോ MLAയോ ഇതൊന്നും നോക്കിയില്ല എന്നും ചിത്രങ്ങളും പ്രസംഗപീഠവും നശിപ്പിച്ചുവെന്നും പറഞ്ഞിരുന്നു. താൻ ശിലാസ്ഥാപനം നടത്തിയതിൻ്റെ ഫലകം കാണാതെ ആയിരുന്നായിരുന്നു മറ്റൊരു ആരോപണം. പദ്ധതിക്ക് 2 ശിലാസ്ഥാപനം നടത്തിയതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. ഓഡിറ്റോറിയം നിർമ്മാണം സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ വായിൽ തോന്നുന്നത് പോലെ വിവരക്കേട് പറയുന്നതിന് പകരം വിജിലൻസിനോ മറ്റോ പരാതി നൽകണമെന്നാണ് എച്ച് സലാമിൻ്റെ മറുപടി. MLA ആയ ഞാനും സമിതി ചെയർമാനും അംഗങ്ങളുമെല്ലാം അന്തസ്സോടെ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. അനാവശ്യമായി ആക്ഷേപിക്കാൻ തുനിയരുത്. അനാവശ്യങ്ങൾ പലപ്പോഴും പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തത് കൊണ്ടോ പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ല, എന്നെപ്പോലെയുള്ളവരുടെ ഉള്ളിൽ ബഹുമാനം അവശേഷിക്കുന്നത് കൊണ്ടാണ്. അത് ഇനിയും കളഞ്ഞു കുളിക്കരുത്. ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫലകം ഇപ്പോഴില്ല എന്നും 2ാം ഘട്ടം ശിലാസ്ഥാപനം തെറ്റായി നടത്തിയത് എന്നുമൊക്കെ വാർത്തകൾ വരുത്തിയിരിക്കുന്നു. നുണകൾ ചേർത്തുള്ള ഈ വ്യായാമം എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്? സ്മാരകം നിർമ്മിച്ച് യുദ്ധക്കളമാക്കിയെന്നും ശരിയായ തരത്തിലല്ല നിർമ്മാണം എന്നുള്ള ചില പ്രസ്താവനകൾ സർക്കാരിനെയും കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയെയും ജനപ്രതിനിധികളെയും അപമാനിക്കാനാണ്. മനോഹരമായ സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കാൻ പരിശ്രമിച്ച സ്മാരക സമിതി അംഗങ്ങളുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കരുത് എന്നും MLAയുടെ കുറിപ്പിൽ പറയുന്നുണ്ട്. സ്മാരകം നിർമ്മാണത്തിൻ്റെ വിശദ വിവരങ്ങളും ജി സുധാകരൻ്റെ പേരുള്ള ശിലാഫലകത്തിൻ്റെ ചിത്രങ്ങളും സഹിതമാണ് കുറിപ്പ്. CPMൽ ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള പോര് മുൻപും വലിയ വിഷയമായിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സലാം പാർട്ടിക്ക് നൽകിയ പരാതിയിലാണ് ജി സുധാകരനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്.